friends, welcome to English Mithra. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ വരുത്തുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. Okay, let's start. The first sentence is if I knew it was your birthday, I would have bought you a gift. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് ഒന്നും നമുക്ക് തോന്നത്തില്ല. ഇഫ് ഐ ന്യൂ ഇറ്റ് വാസ് യുവർ ബർത്ത്ഡേ, അതായത് നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് യു എ ഗിഫ്റ്റ്, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നേനെ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനെക്കുറിച്ചാണ്, ഒരു ഹൈപ്പത്തറ്റിക്കൽ കാര്യത്തിനെക്കുറിച്ചാണ്. അതായത് ഇനി ആ ഒരു സംഭവം റിലീവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഒന്നുമില്ല, അത് കഴിഞ്ഞു പോയി. ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, അത് കഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്? ഇഫ് ഐ ന്യൂ എന്നല്ല വരേണ്ടത് അവിടെ, ഇഫ് ഐ ഹാഡ് നോൺ എന്നാണ്. അതായത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇഫ് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ ആയിരിക്കും: ഇഫ് ഐ ഹാഡ് നോൺ ഇറ്റ് വാസ് യുവർ ബർത്ത്ഡേ ഐ വുഡ് ഹാവ് ബോട്ട് യു എ പ്രസൻറ്റ്. അതാണ് കറക്റ്റ് സെൻറ്റൻസ്. ഇത് മിസ്റ്റേക്ക് വരുത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, അൺറിയൽ ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇഫ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് വരേണ്ടത്? അവിടെ വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. Your English is more better than mine. Okay, your English is more better than mine. ഇവിടെ ഇത് കറക്റ്റ് ആണോ? യുവർ ഇംഗ്ലീഷ് ഇസ് മോർ ബെറ്റർ ദാൻ മൈൻ. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷിനെക്കാട്ടും ബെറ്റർ ആണ്, കൊള്ളാമെന്നാണ്. ഓക്കെ, യുവർ ഇംഗ്ലീഷ് ഇസ് ബെറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ യുവർ ഇംഗ്ലീഷ് ഇസ് മോർ ബെറ്റർ എന്ന് നമ്മൾ പറയുമോ? ഇല്ല, പറയില്ല. ബിക്കോസ് ബെറ്റർ ഇറ്റ് സെൽഫ് ഇസ് എന്താ വേറൊരു മോറിൻ്റെ അർത്ഥമാണ് വരുന്നത്. ദാറ്റ് ഈസ് ബെറ്റർ ഇറ്റ് സെൽഫ് മീൻസ് മോർ ഗുഡ് എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മോർ ബെറ്റർ എന്ന് പറയത്തില്ല. ഇപ്പോൾ ഇവിടെ മോർ ബെറ്റർ എന്നുള്ളൊരു യൂസേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ മോർ ഗുഡ് എന്ന് പറയുന്നത് ബെറ്റർ ആണ്, മോസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബിഗ്, മോർ ബിഗർ എന്ന് നമ്മൾ പറയില്ല, ബിഗ്, ബിഗർ, ബിഗസ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പക്ഷെ ചില വാക്കുകളുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മോർ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ബ്യൂട്ടിഫുള്ളർ എന്ന് നമ്മൾ പറയില്ല, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ എന്നേ പറയത്തുള്ളൂ. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. ഷീ ഈസ് ബ്യൂട്ടിഫുള്ളർ അല്ലെങ്കിൽ ഷീ ഈസ് ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്ന് പറയില്ല. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ, ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള വാക്കിനും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഹീ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഹീ ഈസ് ഇമ്പോർട്ടൻറ്റസ്റ്റ് എന്ന് പറയില്ല. ഹീ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഹീ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഹീ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് പറയുന്നത്. ദ സെയിം ഗോസ് ഫോർ ദ വേർഡ് ഈഗർ. ഹീ ഈസ് ഈഗർ, മോർ ഈഗർ, ദ മോസ്റ്റ് ഈഗർ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ബട്ട് ഒരിക്കലും നമ്മൾ മോർ ബെറ്റർ, മോർ സ്മാർട്ടർ, മോർ ടോളർ എന്നൊന്നും പറയില്ല. നമ്മുടെ അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. There are less libraries today compared to 10 years ago. There are less libraries today compared to 10 years ago. ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? 10 വർഷം മുന്നേ ഉള്ള സമയവും ഈ സമയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് ലൈബ്രറി മാത്രമേ ഉള്ളൂ. സോ ഈ കുറച്ച് ലൈബ്രറി എന്നുള്ളതിന് ഇവിടെ ലെസ് ലൈബ്രറീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു യൂസേജ് ആണോ? അല്ല. നമ്മൾ ലെസ് എന്ന് യൂസ് ചെയ്യുന്നത് എപ്പോഴും അൺകൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെയാണ്, വസ്തുക്കളുടെ കൂടെയാണ്. ഫോർ എക്സാമ്പിൾ, മിൽക്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. മിൽക്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ ലെസ് മിൽക്ക് എന്ന് പറയും. വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ലെസ് വാട്ടർ എന്ന് പറയും. ടൈം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ലെസ് ടൈം എന്ന് പറയും. ഓക്കെ, പക്ഷേ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ കൂടെ നമ്മൾ ഫ്യൂവർ എന്നാണ് പറയുന്നത്. മിൽക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബോട്ടിൽസ് ഓഫ് മിൽക്ക് കുപ്പികൾ, അതായത് പാൽ കുപ്പികൾ, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ദർ ആർ ഫ്യൂവർ നമ്പർ ഓഫ് മിൽക്ക് ബോട്ടിൽസ്, ദർ ആർ ഫ്യൂവർ മിൽക്ക് ബോട്ടിൽസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദർ ആർ ഫ്യൂവർ വാട്ടർ ബോട്ടിൽസ്. വാട്ടർ ബോട്ടിൽസ് എണ്ണാൻ പറ്റും, വാട്ടർ എണ്ണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദർ ആർ ഫ്യൂവർ മിനിറ്റ്സ് നമുക്ക് എണ്ണാൻ പറ്റും, ടൈം നമുക്ക് എണ്ണാൻ പറ്റില്ല. സോ അതേപോലെ തന്നെയാണ് ലൈബ്രറീസും. ലെസ് ലൈബ്രറീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ലൈബ്രറികൾ നമുക്ക് എണ്ണാൻ പറ്റും. ഒരു ലൈബ്രറി, 2 ലൈബ്രറി എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റും. സോ ഫ്യൂവർ ലൈബ്രറീസ് എന്ന് വേണം പറയാൻ. സോ യു കെ നോട്ട് സേ ലെസ് ലൈബ്രറീസ്, ഇറ്റ് ഈസ് ഫ്യൂവർ ലൈബ്രറീസ്. ഇനി അടുത്ത നോക്കാം. ദ കോൺസേർട്ട് ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് വെൻ വി അറൈവ്ഡ് ഇൻ ദ വെന്യൂ.
The concert have already started when we arrived in the venue. നമ്മൾ വെന്യൂവിൽ എത്തിയപ്പോഴത്തേക്കും കോൺസേർട്ട് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ വെന്യൂ എന്നുള്ള യൂസേജ് ഇവിടെ കറക്റ്റ് ആണോ? വെന്യൂയുടെ കൂടെ നമുക്ക് ഇന്നെന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? ലോജിക്കലി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. വെന്യൂ, ഓക്കെ, വെന്യൂ വലിയൊരു സ്ഥലം, അതിൻ്റെ ഉള്ളിൽ എന്ന് പറയാനായിട്ട് നമുക്ക് ഇൻ ദ വെന്യൂ എന്ന് യൂസ് ചെയ്തൂടെ? പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇൻ ദ വെന്യൂ എന്ന് പറയാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി സേ അറ്റ് ദ വെന്യൂ. ഓക്കെ, അറ്റ് ദ വെന്യൂ, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് അറൈവ് അറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, അറൈവ് ഇൻ അല്ല. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. നമ്മൾ അറൈവ് ഇൻ യൂസ് ചെയ്യുന്നത് വലിയ വലിയ രാജ്യങ്ങളിലെത്തി അല്ലെങ്കിൽ ഒരു വലിയ സിറ്റിയിലെത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഐ അറൈവ്ഡ് ഇൻ US അല്ലെങ്കിൽ ഐ അറൈവ്ഡ് ഇൻ ലണ്ടൻ യെസ്റ്റർഡേ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് അറൈവ് ഇൻ യൂസ് ചെയ്യാം. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ കൂടെ നമ്മൾ അറൈവ് അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി അറൈവ്ഡ് അറ്റ് സ്കൂൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹി അറൈവ്ഡ് അറ്റ് ദ വെന്യൂ എന്നാണ് പറയുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ലിവ് അറ്റ് ന്യൂയോർക്ക്. ഈ സെൻറ്റൻസിൽ എന്താണ് മിസ്റ്റേക്ക്? മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. ലിവ് അറ്റ് ന്യൂയോർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ലിവ് അറ്റ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോവും. വി ക്യാൻ സേ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ലിവ് ഇൻ ന്യൂയോർക്ക് എന്ന് പറയാം. സോ വെൻ യു ലിവ് ഓർ സ്റ്റഡി ഓർ വർക്ക്, ഇൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൺട്രിയുടെ കൂടെയും വലിയ സിറ്റീസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹി ലിവ്സ് ഇൻ ന്യൂയോർക്ക്, അല്ലെങ്കിൽ ഷീ സ്റ്റഡീസ് മെഡിസിൻ ഇൻ ലണ്ടൻ, അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. നമ്മൾ ലിവ് അറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഷീ ലിവ്സ് അറ്റ് PLRA 13. ഓക്കെ, അത് അഡ്രസ്സാണ്. PLRA 13 പോണോത്തിലെ ദാറ്റ് ഇസ് ആൻ അഡ്രസ്. ഓക്കെ, സ്റ്റഡി അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കൂടെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി സ്റ്റഡീസ് അറ്റ് കേരള യൂണിവേഴ്സിറ്റി, ഹി സ്റ്റഡീസ് ഇൻ കേരള യൂണിവേഴ്സിറ്റി നമ്മൾ പറയില്ല, ഹി സ്റ്റഡീസ് അറ്റ് കേരള യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് വർക്ക് ഇൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രാജ്യത്തിൻ്റെ പേരോ സിറ്റിയുടെ പേരോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹി വർക്ക്സ് ഇൻ കൊച്ചി, പക്ഷേ കമ്പനിയുടെ പേര് പറയുകയാണെങ്കിൽ അറ്റ് യൂസ് ചെയ്യണം. ഹി വർക്ക്സ് അറ്റ് ഇംഗ്ലീഷ് മിത്ര. ഓക്കെ, സോ വർക്ക് അല്ലെങ്കിൽ ലീവ് അല്ലെങ്കിൽ സ്റ്റഡി ഇൻ എ കൺട്രി ഓർ എ സിറ്റി, works at the name of the company, lives at the address, study at the name of the university or the college. Okay, ഇനി അടുത്ത നോക്കാം നമുക്ക്. I was born on 1985. I was born on 1985. Is it correct? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ജനിച്ചത് 1985 ഇതിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് ആണോ? സ്ട്രക്ചർ കറക്റ്റ് ആണ്, പക്ഷേ പ്രൊപ്പോസിഷൻ മാറിപ്പോയി. I was born in 1985 എന്നാണ്. So when we talk about years, we use in. Okay, he was married in the year 2000. Okay, and I was born in 1994 അല്ലെങ്കിൽ I was born in 1985. അപ്പോൾ നമ്മൾ ഇയേഴ്സിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓൺ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഓൺ 28 December 1994. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഷീ ഗോട്ട് മാരീഡ് ഓൺ 23rd September 1962. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റിൻ്റെ കൂടെ ഓണും ഇയറിൻ്റെ കൂടെ ഇന്നുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ നൈറ്റ്, ഇറ്റ്സ് നോട്ട് സേഫ്. രാത്രി പുറത്ത് പോകരുത്, അത് സേഫ് അല്ല എന്നാണ് പറയുന്നത്. സോ ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വി സേ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ബട്ട് യു കെൻ നെവർ സേ ഇൻ ദ നൈറ്റ്. അറ്റ് നൈറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ദ കറക്റ്റ് സെൻറ്റൻസ് വുഡ് ബി ഡോണ്ട് ഗോ ഔട്ട് അറ്റ് നൈറ്റ്. അറ്റ് ദ നൈറ്റ് എന്ന് വേണ്ട, അറ്റ് നൈറ്റ്, ഇറ്റ്സ് നോട്ട് സേഫ്. സോ ഇൻ ദ നൈറ്റ് നമ്മൾ ഒരിക്കലും പറയില്ല. ഇൻ ദ മോർണിംഗ് കറക്റ്റ് ആണ്, ഇൻ ദ ഈവനിങ് കറക്റ്റ് ആണ്, ഇൻ ദ ആഫ്റ്റർനൂൺ കറക്റ്റ് ആണ്, ബട്ട് ഇൻ ദ നൈറ്റ് ഈസ് റോങ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു സെൻറ്റൻസും കൂടി നോക്കാം. The childrens are playing outside. The childrens are playing outside. ഇപ്പോഴും പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് childrens എന്നുള്ളത്. So is it a correct usage? The childrens are playing outside. കറക്റ്റ് ആണോ? അല്ല. Look, child എന്ന് പറയുമ്പോൾ കുട്ടി എന്നാണ് അർത്ഥം. Children എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് ചിൽഡ്രൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. യു ക്യാൻ സേ ചിൽഡ്രൻസ് ഇഫ് ദർ ഇസ് എൻ അപ്പോസ്ട്രോഫി ബിഫോർ യെസ്. അതായത് ചിൽഡ്രൻ എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി എസ് എന്ന് ഇടുമ്പോഴത്തേക്ക് അത് കറക്റ്റാണ്, കുട്ടികളുടെ എന്നുള്ള അർത്ഥം വരും. ബട്ട് ചിൽഡ്രൻസ് എന്ന വാക്ക്
ഇല്ല. ഓക്കെ, സോ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ് എന്നാണ്. ഇതുപോലെ തന്നെ എസ് അല്ലെങ്കിൽ ഇ എസ് വരാത്ത കുറേ വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മാൻ, മെൻ, മെൻസ് എന്നല്ല പറയുന്നത് മെൻ. വുമൺ, വിമൻ, വിമൻസ് എന്ന് പറയില്ല, വിമൻ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഫൂട്ട്, അതിന് നമ്മൾ ഫൂട്ട്സ് എന്ന് പറയില്ല, ഫീറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഫൂട്ട്? പാദം, കാലില്ലേ, കാലിൻ്റെ പാദത്തിനെയാണ് നമ്മൾ ഫൂട്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്ലൂറൽ ഫോം 2 കാൽപാദങ്ങളാണെങ്കിൽ ഫീറ്റ് ആണ്, ഫൂട്ട്സ് അല്ല. അതുപോലെ തന്നെ ടൂത്ത്, ടൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പല്ലിനാണ് നമ്മൾ ടൂത്ത് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പല്ലുകളാണെങ്കിൽ ടീത്ത് എന്ന് പറയും. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൗസ്, എലി, മൗസ്, അതിന് നമ്മൾ മൈസ് എന്നാണ് പറയുന്നത്, മൗസസ് എന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ ഷീപ്പ്, ഷീപ്പിൻ്റെ പ്ലൂറൽ ഫോം ഷീപ്പ് തന്നെയാണ്, ഷീപ്സ് എന്ന് നമ്മൾ പറയത്തില്ല. ഡിയേഴ്സ് എന്ന് നമ്മൾ പറയത്തില്ല. മാനിനെ ഡിയർ എന്ന് പറയുന്നതിൻ്റെ പ്ലൂറൽ ഫോം ഒന്നിൽ കൂടുതൽ ഡിയർ ഉണ്ടെങ്കിൽ അതിനെയും ഡിയർ എന്ന് നമ്മൾ പറയത്തുള്ളൂ, ഡിയേഴ്സ് എന്ന് പറയില്ല. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കിയത് നമ്മൾ കോമൺലി വരുത്തുന്ന ഇംഗ്ലീഷിലെ കുറച്ച് മിസ്റ്റേക്സ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക കോമൻറ്റ് സെക്ഷനിൽ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അഡ്മിഷൻ എടുക്കാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mithra. Thank you and have a great day. Bye bye. Take care. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.